ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി ദിവസമായ ഇന്ന് നമുക്ക് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട ഒരു കഥ കേൾക്കാം. മഹാഭാഗവതത്തിലെ സന്താന ഗോപാലം. ആര് എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സർവേശ്വരൻ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാൻ നടത്തി കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സന്താന ഗോപാലം. അതായത് ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അതെനിക്ക് കിട്ടും, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. അതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് സന്താന ഗോപാലം. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. അതിനു മുമ്പ് മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ ചേരാൻ പൈസ എത്ര ആവശ്യമുണ്ടെന്ന്. 1 രൂപ പോലും ആവശ്യമില്ല. ഞാൻ പൈസ മേടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ ജോയിൻ എന്ന് ചോദിക്കും. ജോയിൻ ചെയ്താൽ മാത്രം മതി. വാട്സപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡായിക്കോളും. ഇതിന് പണമൊന്നുമില്ല. ഞാൻ പണം മേടിച്ചുകൊണ്ട് ആർക്കും ഇത്തരത്തിലുള്ള ഒരു സേവനവും ചെയ്യാറില്ല. കാരണം എല്ലാവരും നാമം ജപിക്കുകയും എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും അതുവഴി നന്മയുണ്ടാവുകയും ചെയ്യണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ പണം തരുന്നവർക്ക് കുറച്ച് കൂടുതൽ കഥ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് കുറച്ച് കൂടുതൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു മോഹവും എനിക്കില്ല. കാരണം സർവേശ്വരൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇതുവരെ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും അറിയില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തണം. അതായത് ഇതാണ് എൻ്റെ പേര്, ഇതാണ് എൻ്റെ ഫോൺ നമ്പർ, ഇതാണ് ഈ ഫോൺ നമ്പർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടണം. അതല്ലാതെ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ എനിക്ക് നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ രീതിയിലൊന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാമജപത്തെ പറ്റിയിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ രീതികളെ പറ്റിയിട്ടൊക്കെ പങ്കുവെക്കാം. ഇന്ന് നിങ്ങൾ എത്ര തവണ നാരായണ നാമം ജപിച്ചു ആ കാര്യമൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. അതുപോലെ അതിനകത്ത് നിങ്ങൾക്ക് നാമങ്ങൾ എഴുതി ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുവോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ തെറ്റായ കാര്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പിൽ ഇടാൻ പാടില്ല. ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവിനിമയങ്ങളും മറ്റ് സംശയങ്ങളും ഒക്കെ തന്നെ ചോദിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പങ്കുവെച്ച് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയത്. അതുപോലെ കഴിവതും എന്നോട് മെസ്സേജ് ആയിട്ട് തന്നെ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ പല തിരക്കുകളും കാണും എനിക്ക്. ആ സമയത്തൊന്നും ഫോൺ എടുക്കാനായിട്ട് എനിക്ക് പറ്റി എന്ന് വരികയില്ല. അതുകൊണ്ട് കഴിവതും നിങ്ങൾ മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻ എന്ന് കാണിച്ചിരിക്കുന്നത് എൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ഇടുകയും ചെയ്യാം. കഴിവതും ഗ്രൂപ്പിലൂടെ തന്നെ കാര്യങ്ങൾ ചോദിക്കുക. ആ സമയത്ത് എല്ലാവർക്കും അതിൻ്റെ ആ ഒരു മറുപടി അറിയാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ തികച്ചും വ്യക്തിപരമായി ചോദിക്കണം എന്നുള്ള കാര്യം മാത്രം പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക. ഇനി നമുക്ക് സന്താന ഗോപാലം ആ കഥാഭാഗത്തിലേക്കൊന്ന് പോകാം. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. അതോടുകൂടി
ദുഷ്ടന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞു ഭൂമിയിൽ. അങ്ങനെ ഭഗവാൻ വളരെ ശാന്തനായി ദ്വാരകയിൽ ഇങ്ങനെ കഴിയുന്ന കാലത്താണ് ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് വരുന്നത്. ദ്വാരകയ്ക്ക് അടുത്ത് താമസിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആ സമയത്ത്. കാരണം ഭാരതയുദ്ധം കഴിഞ്ഞു, ദുഷ്ടന്മാരൊക്കെ മരിച്ചു. ബാലമരണം, രോഗം, പ്രകൃതി കോപം ഇവയൊന്നും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ, ദ്വാരകയ്ക്ക് അടുത്ത് താമസിക്കുന്ന ഒരു ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് വരുന്നത്. എന്നിട്ട് ഈ ബ്രാഹ്മണൻ ഇങ്ങനെ കരയുകയാണ്. ഈ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ മരിച്ച ശവമുണ്ട്, ഒരു ജഡശരീരം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ. എന്നിട്ട് ദ്വാരകയുടെ ആ വാതുക്കൽ വന്നിട്ട് ഇങ്ങനെ കരയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഭഗവാനാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബഹളം വെക്കുകയാണ് ഈ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണന് കുഞ്ഞു ജനിച്ച ഉടൻ തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയി. ഈ കുഞ്ഞിൻ്റെ ശവശരീരവും എടുത്തുകൊണ്ട് അവിടെ താഴെ കൊണ്ടുവന്ന് കിടത്തുന്നു. ആ വാതുക്കൽ താഴെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അങ്ങ് വഴക്കിടുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒത്തിരി ആക്ഷേപിക്കുന്നുണ്ട്. ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ബ്രാഹ്മണർക്കോ അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാർക്കോ ഒന്നും തന്നെ യാതൊരു ദോഷമോ ബാലമരണമോ ഒന്നും സംഭവിക്കാറില്ല. ഇവിടെ ഉഗ്രസേനനാണ് രാജാവെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ കൃഷ്ണനാണ് രാജാവ്. അതെങ്ങനെയാണ് ജനങ്ങൾക്ക് നന്മ കിട്ടുന്നത്? 16,008 പെണ്ണുങ്ങളുമായി സദാ രസിച്ച് നടക്കുന്ന കൃഷ്ണനല്ലേ രാജ്യം നോക്കുന്നത്? ഉഗ്രസേനന് പ്രായമായി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃഷ്ണനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴക്ക് പറയുകയാണ് ഭഗവാനെ. ഈ ദുഷിച്ച ദ്വാരകയിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണ് ഭേദം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും ഇതൊന്നും കേട്ട ഭാവം പോലും വെച്ചില്ല. ആരും ബ്രാഹ്മണനെ തിരുത്താനും പോയില്ല, ഒന്നും ഗൗനിച്ചതുമില്ല. അങ്ങനെ കുറേ നേരം അവിടെ കിടന്ന് ഈ ബഹളമൊക്കെ നടത്തിയതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ ഈ ശവശരീരവും എടുത്തുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ രണ്ടാമതും പ്രസവിച്ച ഉടൻ തന്നെ ആ കുഞ്ഞും മരണപ്പെട്ടു. വീണ്ടും ഈ ബ്രാഹ്മണൻ കുഞ്ഞിൻ്റെ ശവശരീരവും എടുത്തുകൊണ്ട് ദ്വാരകയുടെ ഗോപുര ദ്വാരത്തിൽ വന്നു നിന്ന് വീണ്ടും ഭഗവാനെ വഴക്കു പറയാൻ തുടങ്ങി. ആ സമയത്തും ആരും ഈ ബ്രാഹ്മണനെ ഒന്ന് കേട്ടതായി പോലും ഭാവിച്ചില്ല. അങ്ങനെ 8 തവണ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിച്ചു. ആ അവസരങ്ങളിലെല്ലാം ആ കുഞ്ഞുങ്ങൾ ആ നിമിഷം തന്നെ മരിച്ചുപോയി. ആ സമയത്തെല്ലാം ബ്രാഹ്മണൻ പഴയതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. ഇതൊരു പതിവായി തീർന്നു. അങ്ങനെ ബ്രാഹ്മണൻ്റെ ഈ വരവും പോക്കും ഈ വഴക്കു പറച്ചിലുമെല്ലാം ഒരു നേരം പോക്കായിട്ട് ദ്വാരകയിലെ വാസികൾക്ക് തോന്നി. കാരണം ഇതിങ്ങനെ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഗുരുവായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി കൃഷ്ണൻ നൽകി. മാതാവിൻ്റെ മരിച്ചുപോയ 6 പുത്രന്മാരെയും സുതലത്തിൽ പോയി കൊണ്ടുവന്ന് അമ്മയെ കാണിപ്പിച്ച് സന്തോഷിപ്പിച്ചു. അങ്ങനെ മരിച്ച കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുവാൻ തക്ക ദിവ്യത്വമുള്ള കൃഷ്ണൻ തൻ്റെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് ജീവിപ്പിക്കുന്നില്ല? ഇതാണ് ബ്രാഹ്മണൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ഇങ്ങനെ വന്ന് ഈ ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ വന്നു നിന്ന് ഭഗവാനെ ഇങ്ങനെ വഴക്കു പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ബ്രാഹ്മണന് 9ാമത്തെ കുഞ്ഞും ജനിച്ചു. അതും അപ്പോൾ തന്നെ മരിച്ചുപോയി. ഈ ബ്രാഹ്മണന് സഹിക്കാൻ സാധിച്ചില്ല. അതോടുകൂടി ഈ ബ്രാഹ്മണന് ഒരു മാനസിക വിഭ്രാന്തി പോലെ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ ആ മരിച്ചുപോയ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പഴയപടി ഈ ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ വന്നു നിന്നു. അവിടെ വന്നു നിന്ന് പഴയതുപോലെ കരയാൻ തുടങ്ങി. ആരും ഗൗനിച്ചില്ല.
അതോടുകൂടി എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ചിട്ട് ഈ ബ്രാഹ്മണൻ അകത്തേക്കങ്ങ് കടന്നു. ആ സമയത്ത് രാജ്യകാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതിനായിട്ട് അവിടെ ഒരു സഭ കൂടിയിരുന്നു. മഹർഷിമാരും അതുപോലെ തന്നെ യാദവ പ്രമുഖന്മാരും അങ്ങനെ ധാരാളം ആളുകൾ എല്ലാവരും അവിടെ കൂടിയിരുന്ന് ചില കാര്യങ്ങൾ, രാജ്യകാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഈ ബ്രാഹ്മണൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇയാളൊരു പതിവ് കരച്ചിലുകാരനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന യാദവന്മാരാരും ഇയാളെ ഗൗനിച്ചില്ല. ആ സമയത്ത് അവിടെ അർജുനൻ ഉണ്ടായിരുന്നു. അർജുനൻ കുറച്ചു കാലമായി അവിടെ താമസിക്കുകയായിരുന്നു. കാരണം യുദ്ധമൊക്കെ കഴിഞ്ഞു, ഇപ്പം സ്വസ്ഥമായ ഒരു ജീവിതമാണ്. അതുകൊണ്ട് കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് കുറച്ചു കാലം താമസിക്കുകയാണ്. കൂട്ടുകാരൻ മാത്രമല്ല, ഭാര്യയുടെ സഹോദരൻ കൂടിയാണ്. അങ്ങനെ അവിടെ വന്ന് കുറച്ചു കാലം താമസിക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്താണ് ഈ ബ്രാഹ്മണൻ ഇങ്ങനെ വന്ന് വഴക്കു പറയുന്നത്. ആ സമയത്ത് ഈ ബ്രാഹ്മണൻ ഈ സദസ്യരെ നോക്കി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതായത്, സദസ്യരെ, യാദവകുലത്തിലെ രാജാക്കന്മാർക്കാർക്കും എൻ്റെ സങ്കടം, ബ്രാഹ്മണനായ എൻ്റെ സങ്കടം തീർക്കുവാൻ മനസ്സില്ലെങ്കിൽ നിങ്ങളെങ്കിലും എന്നോട് കനിവ് കാണിക്കണം. ഇവിടെ മഹർഷിമാരും മറ്റു ബ്രാഹ്മണന്മാരുമൊക്കെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ അപേക്ഷ കേൾക്കണം. മഹാജനങ്ങളെ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 8 തവണ പുത്രന്മാർ മരിച്ചു. ആ സമയത്തൊക്കെ ഈ ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ വന്ന് ഞാൻ കരഞ്ഞു. എന്നെ ആരും ഗൗനിച്ചില്ല, പ്രത്യേകിച്ച് കൃഷ്ണൻ. യാദവന്മാർക്ക് കഴിവില്ലെങ്കിലും യാദവന്മാരുടെ പതിയായ കൃഷ്ണന് കഴിവുണ്ട് എന്ന് എനിക്കറിയാം. ഒരു ബ്രാഹ്മണൻ വന്ന് കരയുന്നു എന്ന് കേട്ടിട്ട് ഈ കൃഷ്ണൻ യാതൊരു അനുകമ്പയും എന്നോട് കാണിച്ചില്ല. ദുഷ്ടനാണ്, ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അതെങ്ങനെയാണ്? 16,008 ഭാര്യമാരുണ്ടല്ലോ, അവർ ഒരുമിച്ച് രമിച്ച് ആനന്ദിച്ച് സുഖിച്ചു വാഴുന്ന കാലത്ത് ഒരു പാവം ബ്രാഹ്മണൻ്റെ കരച്ചിൽ എങ്ങനെ കേൾക്കാനാണ്? ഒരു പെണ്ണാണ് ഇവിടെ വന്നു നിന്ന് കരഞ്ഞതെങ്കിലോ അപ്പോഴേ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയേനെ. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ ഈ ബ്രാഹ്മണൻ പറയുന്നത് കേട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ വിളിച്ചു പറയുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ ബ്രാഹ്മണനാണോ? അഹങ്കാരിയായ ഒരു പാപിയാണ്. ബ്രാഹ്മണനാണെന്ന് സ്വയം പറഞ്ഞാൽ ബ്രാഹ്മണനാവുകയില്ല. ബ്രാഹ്മണനാണ് എന്ന് കരുതി, പൂണുനൂലുണ്ട് എന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്നാണോ? ഇങ്ങനെയൊക്കെ അയാൾ തിരിച്ചു ചോദിച്ചു. അത് കേട്ടതും ബ്രാഹ്മണന് കൂടുതൽ ദേഷ്യം വന്നു. അയാൾ പറയുകയാണ്, നിങ്ങളും അധർമ്മിയായ കൃഷ്ണൻ്റെ കൂട്ടുകാരൻ തന്നെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ പുരത്തിലുള്ള ഒരൊറ്റ ആളിനോടും ഈ കൃഷ്ണന് യാതൊരു സ്നേഹവുമില്ല. എത്രയെത്ര ജനങ്ങളെയാണ് ഇവൻ കൊന്നത്, എന്നിട്ടും ഇവൻ നിങ്ങൾക്ക് ദിവ്യനാണ് പോലും. ഈ നാട്ടിലുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഈ കൃഷ്ണൻ ചിന്തിക്കുന്നില്ല. ജനങ്ങൾ വെറും കഴുതകളെ പോലെ ഇവിടെ കഴിയുന്നു. ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് പറയാൻ കുറേ സ്തുതി പാഠകന്മാരും ഇവിടെയുണ്ട്. ഇവനാണോ സ്നേഹവത്സലൻ? പുറത്തു കാണുന്ന കറുപ്പ് ഇവൻ്റെ അകത്തുമുണ്ട്. ഇവൻ പാപിയാണ്. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നു. കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഞാൻ കേട്ടില്ല, എന്നെയല്ല പറയുന്നത് എന്ന് കരുതി എങ്ങോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അർജുനൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അർജുനന് ഇതെല്ലാം കേട്ടപ്പോൾ വലിയ ദേഷ്യമാണ് വന്നത്. അർജുനൻ മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, ഹേ ബ്രാഹ്മണ, മതിയാക്കൂ അങ്ങയുടെ ദുർഭാഷണം. എന്തു പറഞ്ഞാലും ബ്രാഹ്മണനാണ് എന്ന് കരുതി ക്ഷമിക്കുമെന്ന് കരുതി നിലവിട്ട് പറയരുത്. ഇത് രാജാങ്കണമാണ്, ഓർമ്മ വേണം. ആയുസെത്തിയാൽ കുഞ്ഞുങ്ങൾ മരിക്കും, അതിന് ബാക്കിയുള്ളവരെന്തു വേണം? അങ്ങേക്ക് ഇനിയുണ്ടാകുന്ന പുത്രനെ
ഞാൻ രക്ഷിച്ചു തരാം, അങ്ങ് സമാധാനിക്കൂ എന്ന് അർജുനൻ പറയുന്നു. ഇത് കേട്ടതും ബ്രാഹ്മണന് ചിരിയാണ് വന്നത്. ബ്രാഹ്മണൻ പറയുകയാണ്, എടാ ഭോഷ, നീ ആര്? ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായ ബലരാമൻ, പ്രദ്യുമ്നൻ, കൃതവർമാവ്, സാത്യകി മുതലായ യദുകുല നേതാക്കന്മാർ. അസാധ്യമായ കാര്യമായതിനാലാണ് അവര് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. നീ ചാടി പുറപ്പെട്ട് വേണ്ടാത്ത വീരവാദങ്ങളൊന്നും പറയണ്ട. ഇവരെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണോ നിസ്സാരനായ നിനക്ക് സാധിക്കാൻ പറ്റുന്നത് എന്ന് ഈ ബ്രാഹ്മണൻ അർജുനൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. കാരണം ഈ ബ്രാഹ്മണന് അർജുനനെ അത്ര മനസ്സിലായില്ല. അർജുനൻ ആരാണ് എന്ന് ബ്രാഹ്മണന് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബ്രാഹ്മണൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ പറയുകയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങ് സംശയിക്കേണ്ട, ഞാൻ യാദവനല്ല. പുരുവംശ തിലകനും പാണ്ഡവ മധ്യമനുമായ പാർത്ഥനാണ് ഞാൻ. കൗരവ യുദ്ധം ജയിച്ച് വീരനായ ക്ഷത്രിയനാണ് ഞാൻ. പരമശിവനെ തപസ്സു ചെയ്ത് പാശുപതം എന്ന അസ്ത്രം വാങ്ങിയ വീരപരാക്രമിയാണ് ഞാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്യാലനാണ്. അങ്ങനെയുള്ള വിജയനാണ് പറയുന്നത്, അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാമെന്ന്. അർജുനനാണ് എന്ന് ബ്രാഹ്മണന് അപ്പോഴാണ് മനസ്സിലായത്. ബ്രാഹ്മണന് വലിയ സന്തോഷമായി. മതി സന്തോഷമായി, അങ്ങ് വില്ലാളി വീരനായ വിജയനാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്നാൽ ഞാനിപ്പോൾ പോകട്ടെ, സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. കുറച്ചു ദൂരം മുമ്പോട്ട് നടന്നപ്പോഴാണ് ബ്രാഹ്മണന് വീണ്ടും ഒരു സംശയം തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അർജുനനോട് ചോദിക്കുകയാണ്, അല്ല അർജുന, ഇനി അങ്ങയെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലെങ്കിലോ? ആ സമയത്ത് വീണ്ടും അങ്ങ് ജനിച്ചാൽ മരിക്കും എന്നൊക്കെ പറഞ്ഞാലോ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ ഈ ബ്രാഹ്മണൻ വീണ്ടും അർജുനനോട് ചോദിക്കുന്നു. അപ്പോൾ പാർത്ഥൻ പറയുകയാണ്, ഒട്ടും സംശയിക്കണ്ട, 10ാമത്തെ കുഞ്ഞിനെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞത് ഞാനാണ്. ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറയുന്നു. മതി സന്തോഷമായി എന്ന് പറഞ്ഞ് വീണ്ടും ബ്രാഹ്മണൻ മുമ്പോട്ട് പോയി. കുറേ നടന്നു കഴിഞ്ഞപ്പം വീണ്ടും ബ്രാഹ്മണന് സംശയം. ഉടനെ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറയുകയാണ്, സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ സത്യം ചെയ്തില്ലല്ലോ, സത്യം ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ബ്രാഹ്മണൻ വീണ്ടും അർജുനനോട് ചോദിക്കുന്നു. ഉടനെ അർജുനൻ പറയുകയാണ്, ശരി, അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തന്നില്ല എങ്കിൽ ഈ മഹാജനങ്ങൾ കേൾക്കെ ഞാൻ സത്യം ചെയ്യുന്നു, ഈ ഗാണ്ഡീവം എന്ന ധനുസോടു കൂടി ഞാൻ അഗ്നിയിൽ പ്രവേശിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇത് സത്യം സത്യം സത്യം. അങ്ങയുടെ പത്നിക്ക് ഗർഭം തികയുമ്പോൾ അങ്ങ് വന്ന് എന്നോട് വിവരം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഈ അർജുനൻ സത്യവും ചെയ്തു കൊടുത്തു. അർജുനൻ്റെ സത്യപ്രതിജ്ഞാവേളയിൽ കൃഷ്ണൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇവിടെ നടക്കുമെന്ന് കൃഷ്ണന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കളഞ്ഞിരുന്നു. ബ്രാഹ്മണൻ സ്വഗൃഹത്തിൽ എത്തിച്ചേർന്നു. സർവകാര്യങ്ങളും ഭാര്യയെ ധരിപ്പിച്ചു. പക്ഷേ കൃഷ്ണൻ പിന്നീട് അർജുനനെ കണ്ടുവെങ്കിലും മുമ്പ് നടന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. അതുമാത്രമല്ല, അർജുനൻ താൻ സത്യം ചെയ്തു എന്നുള്ള കാര്യവും കൃഷ്ണനോട് പറഞ്ഞതുമില്ല. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ചില മാസങ്ങൾ കഴിഞ്ഞു. ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭവതിയായി. മാസം തികഞ്ഞു, പ്രസവിക്കാറായി. ബ്രാഹ്മണൻ ഓടി കിതച്ച് ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അർജുനനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാർത്ഥ, വരൂ വരൂ, വേഗമാകട്ടെ, പത്നിക്ക് ഗർഭം
പൂർത്തിയായിരിക്കുന്നു. ഇനി ഒട്ടും താമസിക്കണ്ട, വേഗം പുറപ്പെടുക എന്ന് ബ്രാഹ്മണൻ അർജുനനോട് പറയുന്നു. ദ്വാരകയിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ എന്ന് വിജയൻ ചോദിക്കുന്നു. വേണ്ട വേണ്ട, അതിനൊന്നും ഇപ്പോൾ സമയമില്ല, വേഗം പുറപ്പെടുക എന്ന് ബ്രാഹ്മണൻ പറയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അർജുനൻ ഭഗവാനെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ ബ്രാഹ്മണൻ്റെ കൂടെ തിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ ബ്രാഹ്മണൻ്റെ ആ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ചെന്ന ഉടൻ തന്നെ അർജുനൻ ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് ഒരു കൂട് പോലെ, ഒരു കുഞ്ഞു വീട് പോലെ ഉണ്ടാക്കി. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ ബ്രാഹ്മണൻ്റെ ഭാര്യയെ ആ ഒരു കൂടാരത്തിനകത്തേക്ക് കയറ്റുന്നു. ഒരു ഉറുമ്പിനു പോലും അകത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര സൂക്ഷ്മമായിട്ടാണ് ആ ബാണപഞ്ചരം അവിടെ നിർമ്മിച്ചത്. അതിൻ്റെ വാതുക്കൽ ഗാന്ധീവം എന്ന ആ ചാപവും കുലച്ചുകൊണ്ട് അർജുനനും നിന്നു. പ്രസവ സമയം അടുത്തു. ഈ ബ്രാഹ്മണൻ്റെ പത്നിയെ അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പയറ്റാട്ടികളും അതിനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ വാതിലെല്ലാം അടച്ചു. അർജുനൻ വില്ലും അമ്പുമൊക്കെ ധരിച്ച് ജാഗ്രതയോടുകൂടി അവിടെ കാവലും നിന്നു. ബ്രാഹ്മണൻ അങ്ങ് പരിഭ്രമിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വയറുമൊക്കെ തിരുമി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, അർജുന വല്ല സംശയമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇങ്ങനെ വന്ന് ചോദിക്കുന്നുമുണ്ട്. അങ്ങൊട്ടും വിഷമിക്കണ്ട, ധൈര്യമായി അവിടെ എങ്ങാനും പോയി മാറിയിരിക്കൂ. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞിൻ്റെ ജീവനെ അപഹരിക്കുവാൻ ആരാണ് വരുന്നതെന്ന് എന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി യമൻ വന്നാലും ഈ ശരകുടീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെ അർജുനൻ ഈ ബ്രാഹ്മണനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നില്ലല്ലോ അർജുന, ഇങ്ങനെയൊക്കെ ബ്രാഹ്മണൻ പറയുന്നുമുണ്ട്. പ്രസവം നടന്നു കാണില്ല, അതുകൊണ്ടാണ് കുഞ്ഞ് കരയാത്തത് എന്ന് സമാധാനപ്പെടുത്തി അർജുനൻ. ഉടനെ ഒരു കരച്ചിലാണ് അകത്തുനിന്നും കേൾക്കുന്നത്. അയ്യോ, പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും ഈ തവണ കാണുന്നില്ലല്ലോ. ഭഗവാനെ, ഇതെന്തൊരു മായ! ദൈവമേ! ഇങ്ങനെയൊക്കെ അകത്തുനിന്നും വയറ്റാട്ടികൾ വിളിച്ചു പറഞ്ഞ് കരയുന്നു. ബ്രാഹ്മണൻ ഇങ്ങനെ ചെവിയോർത്ത് കേട്ടു. എന്താണ് ആ വയറ്റാട്ടികൾ പറയുന്നത്? ഉടൻ തന്നെ കതകു തുറന്ന് ഒരു വയറ്റാട്ടി പുറത്തേക്ക് വന്നിട്ട്, ഇത്തവണ കുഞ്ഞിനെ പോലും കാണുന്നില്ല. പ്രസവിച്ചപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു, എടുക്കാനായിട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ നിലവിളിക്കാനും തുടങ്ങി. ഇതെല്ലാം കേട്ട് ബ്രാഹ്മണൻ വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കുന്നു താഴെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധമൊക്കെ വന്നു. ബ്രാഹ്മണൻ എഴുന്നേറ്റതും ബ്രാഹ്മണന് ഭയങ്കരമായ ദേഷ്യമാണ് വന്നത്. അർജുനനെ കൊല വിളിച്ചു. എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞു. അർജുനൻ ഇങ്ങനെ ഇതെല്ലാം കേട്ട് രക്തം വാർന്ന് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. എടാ മൂഢ, നാണം കെട്ടവനെ, വഞ്ചകനായ മനുഷ്യനെ, എടാ മൂഢ, നീ എന്ത് പൊങ്ങച്ചത്തരമാണ് പറഞ്ഞത്? ഞാനതെല്ലാം വിശ്വസിച്ചു. ഞാനാണ് വിഡ്ഢി. മഹാരഥന്മാരായ രാമകൃഷ്ണന്മാർക്കും പ്രദ്യുമ്നനും അനിരുദ്ധനും ഉദ്ധവർക്കും സാത്യകിക്കും കൃതവർമാവിനും സാമ്പനും സാരണനുമൊന്നും കഴിയാത്ത ഒരു കാര്യം നീ ചെയ്യാമെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു വന്നത് എന്തിനാണ്? വേണ്ട 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 എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. നീ അത് കേട്ടോ? നീ എന്നെ വിശ്വസിപ്പിച്ചു. നാണം കെട്ടവനെ, നീ എന്നോട് എന്തിനിത് ചെയ്തു? എന്തൊക്കെ പൊങ്ങച്ചത്തരമാണ് നീ പറഞ്ഞത്? നീ പുരുവംശത്തിൽ പിറന്നവനാണെന്നോ, നിന്റെ കയ്യിൽ പാശുപതാസ്ത്രമുണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു?
എന്തൊക്കെ വീരവാദങ്ങൾ പറഞ്ഞു. കൗരവരെ നീ കൊന്നെന്നോ എന്തൊക്കെയാ നീ പറഞ്ഞത്? ഇതെല്ലാം ഞാൻ വിശ്വസിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞില്ല. ആ സമയത്ത് നീ ചാടിക്കേറി വന്ന് എന്നെ സഹായിക്കാമെന്ന് ഏറ്റു. ഇത്രയും കാലം കുഞ്ഞിൻ്റെ ശരീരമെങ്കിലും ഞങ്ങൾ കണ്ടു. ഇപ്പോൾ അതുപോലും കണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണൻ അങ്ങ് വഴക്ക് പറയുകയാണ്. ഇതെല്ലാം കേട്ടതും ഒന്നും മിണ്ടാതെ നാണിച്ച് തല കുനിച്ച് നിൽക്കുകയാണ് അർജുനൻ. അപമാനിതനായി നിൽക്കുന്നു. അങ്ങനെ നിന്ന അർജുനൻ ബ്രാഹ്മണനോട് പറയുകയാണ്, അങ്ങ് സംശയിക്കേണ്ട, സത്യം പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് പ്രേതലോകത്ത് പോയി ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അതിനുശേഷം ഞാൻ സത്യം പാലിക്കാമെന്ന് ഈ അർജുനൻ ബ്രാഹ്മണനോട് പറയുന്നു. അതിനുശേഷം ഇന്ദ്രൻ്റെ പുത്രനായ അർജുനൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും യമലോകത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് യമധർമ്മനെ കണ്ടിട്ട് ഈ കുഞ്ഞ് അവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. തൻ്റെ പുത്രനായ യുധിഷ്ഠിരൻ്റെ അനുജനാണ് അർജുനൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യമൊക്കെ യമധർമ്മൻ കാണിച്ചു. എന്നിട്ട് അവിടുത്തെ കണക്ക് പുസ്തകമൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് അതെല്ലാം പരിശോധിച്ചു. അതിൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു കുട്ടി അവിടേക്ക് വന്നതായിട്ട് യാതൊരു രേഖയുമില്ല. അതായത് അവിടുത്തെ കണക്ക് പുസ്തകത്തിൽ ഈ ബ്രാഹ്മണൻ്റെ കുട്ടി അങ്ങോട്ട് വന്നതായിട്ട് എഴുതിയിട്ടില്ല. അതിനും പുറമെ അങ്ങനെയൊരു കുഞ്ഞ് ഇനി അവിടേക്കെങ്ങാനും വന്നിട്ടുണ്ടോ, ബുക്കിൽ എഴുതാത്തതാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. അതിനെപ്പറ്റി ആർക്കും അത്ര വലിയ നിശ്ചയവുമില്ല. പിന്നീട് യമധർമ്മനോട് യാത്ര പറഞ്ഞ് അർജുനൻ പാതാളത്തിലും ഇന്ദ്രലോകത്തിലുമൊക്കെ ചെന്ന് ഒന്ന് അന്വേഷിച്ചു. പക്ഷേ അവിടെ എങ്ങും ഈ കുഞ്ഞിനെ കണ്ടെത്തിയില്ല. ഒടുവിൽ നിരാശനായി, എന്നാൽ തീയിൽ ചാടി മരിച്ചേക്കാം എന്ന് നിശ്ചയിക്കുകയാണ് അർജുനൻ. തിരിച്ചു വന്നു. എന്നിട്ട് ചിത കൂട്ടി അഗ്നി ആളിക്കത്തി. അങ്ങനെ അർജുനൻ അഗ്നിപ്രവേശം ചെയ്യാൻ പോവുകയാണ്. അത് കാണാൻ ധാരാളം ആളുകളും അവിടെ കൂടിയിട്ടുണ്ട്. വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന് അല്പം വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് ബ്രാഹ്മണൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ബ്രാഹ്മണൻ. ആയുധങ്ങളോടുകൂടി തീയിൽ ചാടി മരിക്കുമെന്നാണ് അർജുനൻ പറഞ്ഞത്. അതുകൊണ്ട് ഗാന്ധീവമൊക്കെ എടുത്തുകൊണ്ട് അതെല്ലാം ധരിച്ചുകൊണ്ട് അഗ്നിയെ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അതിലേക്ക് ചാടുവാനായി മുമ്പോട്ട് അർജുനൻ ഇങ്ങനെ അടുത്തപ്പോൾ പെട്ടെന്ന് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മരതകമണിവർണ്ണൻ പുറകിൽ വന്ന് വിജയൻ്റെ കരം പിടിച്ചു പുറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് പറയുകയാണ്, അർജുന, എന്തു സാഹസമാണ് നീ കാണിക്കുവാൻ പോകുന്നത്? അഹങ്കാരിയായ ഈ ബ്രാഹ്മണന് വേണ്ടി നിന്റെ ജീവനെ ബലിയർപ്പിക്കുന്നത് ശരിയാണോ? ഇദ്ദേഹത്തിൻ്റെ പാപശക്തി കൊണ്ടാണ് ഇദ്ദേഹത്തിന് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. 9 തവണ വന്ന് കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് ഈ ബ്രാഹ്മണൻ്റെ പുണ്യക്കുറവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നീ കയറി സത്യം ചെയ്തത് നിന്റെ അഹങ്കാരവുമാണ്. അതിൻ്റെ ഫലം നീയും അനുഭവിക്കണം. എന്നാലും ഈ തൽക്കാലം എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ വിജയൻ്റെ കൈ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു. എന്നിട്ട് ഇന്ദിരാരമണൻ ഇന്ദ്രൻ്റെ പുത്രനായ അർജുനനെ രഥത്തിലേക്ക് പിടിച്ചു കയറ്റി നേരെ പടിഞ്ഞാറ് ദിക്ക് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ബ്രാഹ്മണനും അവിടെ കൂടിയിരുന്ന മറ്റാളുകളുമെല്ലാം ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. ഒരു നിമിഷം കണ്ണടച്ച് ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരൂ. അങ്ങനെ
കൃഷ്ണൻ അർജുനനെയും രഥത്തിൽ പിടിച്ചു കയറ്റി നേരെ പടിഞ്ഞാറു ദിക്ക് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പുരങ്ങളും നഗരങ്ങളും രാജ്യങ്ങളും വനങ്ങളും പർവ്വതങ്ങളുമെല്ലാം കടന്ന് മഹാസാഗരങ്ങളും തരണം ചെയ്ത് വായുവേഗം അവർ ആ രഥത്തിലങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ അവർ വളരെ ഇരുട്ടുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല, എങ്ങും കുറ്റാക്കുറ്റിരുട്ട്. മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിൽ സുദർശന ചക്രത്തെ ധ്യാനിച്ചു. പെട്ടെന്ന് തന്നെ സുദർശനം പ്രത്യക്ഷപ്പെടുന്നു. ആ സുദർശന ചക്രത്തിൻ്റെ അത്ഭുതകരമായ പ്രഭയിൽ അവിടെയെല്ലാം നല്ല വെളിച്ചമുള്ളതായി തീർന്നു. അങ്ങനെ സുദർശനത്തിൻ്റെ പ്രഭയിൽ തെളിഞ്ഞു വന്ന ആ വെളിച്ചത്തിലൂടെ അവർ വീണ്ടും മുമ്പോട്ട് സഞ്ചരിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ അവരങ്ങനെ മുമ്പോട്ട് യാത്ര തുടർന്നു. ആ യാത്രയുടെ ഒടുവിൽ അർജുനനും കൃഷ്ണനും എവിടെ എത്തിച്ചേരുന്നു? വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. അവിടെ അനന്തൻ്റെ പുറത്ത് പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവിനെ, ആ വിരാട് പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ അർജുനനും കൃഷ്ണനും കാണുന്നു. ആ സമയത്ത് ഒരത്ഭുതമായ പ്രഭ കൃഷ്ണനിൽ നിന്നും പുറത്തേക്ക് വരികയും ആ പ്രഭ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നതായി അർജുനൻ കാണുകയും ചെയ്തു. അതോടുകൂടി അർജുനൻ ഭക്തിപരവശനായി കൈകൾ കൂപ്പി നിന്നുപോയി. എന്നിട്ട് ഭഗവാന്റെ ആ തിരുരൂപം, അതായത് പൊൻകിരീടങ്ങളും മകരകുണ്ടലങ്ങളും കൗസ്തുഭാദി രത്ന ദിവ്യഹാരങ്ങളും അതുപോലെ ശ്രീവത്സാങ്കിത തിരുമറുകും സുദർശന ദിവ്യായുധങ്ങളും കടക കങ്കണ കാഞ്ചി തുടങ്ങിയ രത്നാഭരണങ്ങളാൽ വിഭൂഷിതനായും അങ്ങനെ ചേർന്ന് വിളങ്ങുന്ന ശ്രീവല്ലഭൻ്റെ കാർകൊണ്ടൽ പൂമേനിയും മുനിജന സേവിത പുണ്യവിലാസവും മലർമാനിനി, അതായത് ലക്ഷ്മീ ദേവിയുടെ മംഗള സാമീപ്യവും സഹസ്ര ഭണതൽപ്പവും, അതായത് ആദിശേഷൻ, പാലാഴിയുടെ അപ്രമേയ പരിരമ്യതയും എല്ലാം കാണുകയാണ് സാക്ഷാൽ അർജുനൻ. ഇതെല്ലാം സത്യമോ എന്ന് കരുതി തൊഴുകൈയോടുകൂടി ഭക്തിയോടുകൂടി എന്തു പറയണം, എന്തു ചിന്തിക്കണം എന്ന് പോലും അറിയാതെ ഇതെല്ലാം ആദ്യമായി കാണുകയാണ് അർജുനൻ. അങ്ങനെ ഭക്തിയോടുകൂടി കൈകൂപ്പി നിൽക്കുകയാണ്. അതേവരെ തൻ്റെ സമീപത്തുണ്ടായിരുന്ന കൃഷ്ണനെയും പെട്ടെന്ന് തന്നെ അർജുനൻ കാണാതാകുന്നു. ഇത്രയും നേരം തൻ്റെ കൂടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, പാലാഴിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, വൈകുണ്ഠത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. ഇത്രയും നേരം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ എവിടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അർജുനനൊന്ന് നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ അർജുനൻ്റെ സമീപത്തേക്ക് കൃഷ്ണൻ എത്തിച്ചേരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി മഹാവിഷ്ണുവിനെ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അർജുനനെയും കൃഷ്ണനെയും കണ്ട സന്തോഷത്തിൽ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് അരുളി ചെയ്യുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങ് ഞാൻ തന്നെയാണ്, എൻ്റെ പൂർണ്ണാംശമാണ് അങ്ങ്. എങ്കിലും അങ്ങ് ഭൂലോകത്തിൽ കാണിക്കുന്ന അത്ഭുത ലീലകളൊന്നും തന്നെ എനിക്ക് കാണിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങയുടെ ആ ലീലകൾ എല്ലാം തന്നെ സനകാദി മഹർഷിമാരും നാരദരുമൊക്കെ തന്നെ ഇവിടെ വന്ന് പറയുന്നത് കേട്ട്
എൻ്റെ സർവകലാപൂർണമായ മനുഷ്യാകൃതി ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ തന്നെ അംശമായ ആ മനുഷ്യ അവതാരത്തെ ഒന്ന് കാണുന്നതിന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ച് ഇരിക്കുകയായിരുന്നു. തൻ്റെ മറ്റൊരു ഭാവം കാണുവാൻ ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത്? താൻ തന്നെ മറ്റൊരു വേഷമണിഞ്ഞാൽ അത് കാണുവാനും എല്ലാവർക്കും ആഗ്രഹം തോന്നുകയില്ലേ? ആ നിലയിലാണ് എൻ്റേതു തന്നെ മനുഷ്യരൂപമായ അങ്ങയെ കാണുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ബ്രഹ്മദേവനെ മായയാൽ മയക്കിയതും മന്മധാരിയുമായി സമരം ചെയ്തതും ഇന്ദ്രൻ്റെ അഹങ്കാരം അടക്കിയതും എല്ലാം ഞാൻ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ പാർത്ഥൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, സന്തോഷിച്ചു. നിങ്ങൾ നരനാരായണന്മാരാണ്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു കാണുവാനുള്ള ആഗ്രഹത്താലാണ് നിങ്ങളെ അതിനുവേണ്ടി ഇവിടെയൊന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബ്രാഹ്മണൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ലോകനാഥനായ എനിക്ക് ഞാൻ തന്നെയായ കൃഷ്ണനെയും എൻ്റെ തന്നെ അംശമായ അർജുനനെയും കാണുന്നതിന് ഇവിടെ വരുത്തണമോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അല്ലാതെ കണ്ടുകൂടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഞാൻ മറ്റൊരു വേഷം അവലംബിച്ച് നടനം ചെയ്താൽ ആ വേഷം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ എനിക്കൊരാഗ്രഹമില്ലേ? ആ ആഗ്രഹം തന്നെയാണ് എന്നെ എൻ്റെ തന്നെ മറ്റൊരു രൂപമായ കൃഷ്ണനെ കാണുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളെ ഇവിടെ രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ നിങ്ങൾ വരുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുമാരന്മാരെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അതിന് അത് മാത്രമല്ല കാരണം. ഇങ്ങനെയൊരു കാരണമുണ്ട്, പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ആ ബ്രാഹ്മണൻ അഹങ്കാരിയാണ്. അവൻ ഒരു കൃഷ്ണഭക്തനല്ല. അവൻ ഒരു അഹങ്കാരിയും പാപിയുമാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ കുഞ്ഞിൻ്റെ ജഡവും പേറിക്കൊണ്ട് ദ്വാരകയിൽ വന്നു നിന്ന് കരയുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തത്. അല്ലാതെ ഭക്തിയോടുകൂടി വന്നവനല്ല. കൃഷ്ണന് അതറിയാമായിരുന്നു. ആ കാര്യം എനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ അപഹരിച്ചത്. ഇനി കൃഷ്ണൻ തന്നെ ആ കുഞ്ഞുങ്ങളെ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ, ആ ബ്രാഹ്മണന് തിരിച്ചു കൊടുക്കുമ്പോൾ അവനൊരു കൃഷ്ണഭക്തനായിത്തീരും. പിന്നീട് അവൻ കൃഷ്ണൻ്റെ മഹത്വം കീർത്തിക്കുകയും അതിനനുസരിച്ചിട്ട് അവൻ്റെ ജീവിതം ഉയരുകയും ചെയ്യും. അതുപോലെ അർജുന, നിനക്കും അല്പം അഹങ്കാരമുണ്ടായിരുന്നു. ഒരാൾ ഭഗവാന്റെ മുമ്പിൽ വന്നു നിന്ന് കരയുന്നു. കൃഷ്ണൻ അത് ഗൗനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഗൗനിക്കാഞ്ഞത്? കാരണം അത് ബ്രാഹ്മണൻ്റെ വിധിയാണ്. അത് സംഭവിച്ചേ മതിയാകുമെന്ന് കൃഷ്ണന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷേ ആ അവസരം നോക്കി കൃഷ്ണനെ പോലും മറികടന്നുകൊണ്ട് നീ സംരക്ഷിക്കാം എന്ന് പറഞ്ഞത് നിന്റെ ശക്തിയിലുള്ള അമിതമായ വിശ്വാസവും അഹങ്കാരവും, നീയൊരു കേമനാണ് എന്നുള്ള അഹങ്കാരവും കൂടി ചേർന്നിട്ടാണ് നിനക്ക് അപ്പോൾ അങ്ങനെ പറയാൻ തോന്നിയത്. അതുകൊണ്ട് തന്നെ നിന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. നിന്നെക്കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചതും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും കൃഷ്ണൻ തന്നെയാണ്. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ അവതാര ഉദ്ദേശം മിക്കവാറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നിൽ വന്ന് വിലയം
പ്രാപിച്ചു കൊള്ളണം, അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അതും കൂടി മഹാവിഷ്ണു പറയുകയാണ്. അർജുനനോട് അർജുനൻ്റെ അഹങ്കാരം കുറയ്ക്കണം എന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അങ്ങയുടെ അവതാര ഉദ്ദേശം ഏതാണ്ട് തീർന്നു കഴിഞ്ഞു, ഉടൻ തന്നെ എന്നിൽ വന്ന് വിലയം പ്രാപിച്ചു കൊള്ളണമെന്ന് മഹാവിഷ്ണു കൃഷ്ണനോട് പറയുന്നു. അതിനുശേഷം മഹാവിഷ്ണു ആ 10 കുഞ്ഞുങ്ങളെയും കൃഷ്ണനെയും അർജുനനെയും ഏൽപ്പിക്കുന്നു. 2 ദിവസത്തെ പ്രായമുള്ള കൊച്ചു കുഞ്ഞു മുതൽ വിവിധ പ്രായങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ ഒരു കുഞ്ഞിൻ്റെ അടുത്തു ചെന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞെ, നിന്റെ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് വൈകുണ്ഠപതിയെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു കുട്ടിയോട് നിന്റെ അമ്മ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് ലക്ഷ്മി ദേവിയെ തൊട്ട് കാണിച്ചു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും മക്കളായി ആ വൈകുണ്ഠത്തിൽ ജീവിക്കുകയായിരുന്നു. അവർക്ക് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കൂടെ പോകണ്ട, അവർ കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ വിതുമ്പി കരഞ്ഞു തുടങ്ങി. ആ കൊച്ചു കുഞ്ഞു മാത്രം അർജുനൻ്റെ കയ്യിലിരിപ്പുണ്ട്. കാരണം ആ കുഞ്ഞിന് അറിയില്ല, 2 ദിവസത്തെ പ്രായമായതേ ഉള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം കരയാൻ തുടങ്ങി. എന്തു ചെയ്യും എന്ന് അർജുനനും കൃഷ്ണനും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്ന ആ സമയത്ത് മഹാവിഷ്ണു വിഷ്ണുമായ, അതായത് നമ്മളെല്ലാം മയക്കുന്ന ആ വിഷ്ണുമായ ആ ബാലകന്മാരിലേക്ക് സംക്രമിപ്പിച്ചു. അതോടുകൂടി ആ മായയുടെ പ്രഭാവത്താൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ പോകാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ തീരുമാനിക്കുന്നു. നമ്മളും അങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയുള്ള മായയൊക്കെ വരുമ്പോൾ ഇനി നാമം ജപിക്കണ്ട, ഭഗവാനെ കാണണ്ട, അല്ലെങ്കിൽ അത് കാണണ്ട, ഇത് കാണണ്ട, എനിക്ക് അത് മാത്രം കണ്ടാൽ മതി, ഇത് കാണണ്ട, എനിക്ക് കൃഷ്ണനെ മാത്രം ഭജിച്ചാൽ മതി, ശിവനെ കാണണ്ട, അല്ലെങ്കിൽ എനിക്ക് അവർ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ഈ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എപ്പോഴാണ്? മായ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഭഗവാനിൽ നിന്നും അകന്നിരിക്കാൻ തോന്നും. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കും മായയുണ്ടാകുന്നു. അതോടുകൂടി ഭഗവാനെയും മഹാലക്ഷ്മിയെയും വിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ അവർ ഭൂമിയിലേക്ക് പോകുന്നു. അങ്ങനെ കൃഷ്ണനും അർജുനനും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വണങ്ങി കുഞ്ഞുങ്ങളെയും ഒക്കെയായി രഥത്തിൽ കയറി യാത്ര തിരിച്ചു. അടുത്ത ദിവസം അവർ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ഒരു കുട്ടിക്ക് പകരം 10 കുഞ്ഞുങ്ങളെ അർജുനൻ ബ്രാഹ്മണന് ദാനം ചെയ്തു. ബ്രാഹ്മണന് തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. കുഞ്ഞുങ്ങളെ കിട്ടിയതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ അർജുനനോട് ക്ഷമയൊക്കെ പറഞ്ഞ് ധാരാളം അനുഗ്രഹങ്ങളൊക്കെ നൽകി. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുകയാണ് കൃഷ്ണൻ. അതിനുശേഷം കൃഷ്ണൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് ആ ബ്രാഹ്മണൻ ഇങ്ങനെ അപേക്ഷിച്ചു, ഭഗവാനെ, അറിവില്ലാതെ അടിയൻ ചെയ്തു പോയ അപരാധങ്ങൾ അങ്ങ് ക്ഷമിക്കണമെന്ന് ആ ബ്രാഹ്മണൻ കൃഷ്ണനോട് പറയുന്നു. കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ, അഹങ്കാരം ആർക്കും നല്ലതല്ല. എൻ്റെ ഗോപുരത്തിൻ്റെ വാതുക്കൽ വന്ന് 9 തവണ കരഞ്ഞ് അപേക്ഷിച്ചതിൻ്റെ ഫലമായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ വിജയനെ കൊണ്ട് ഞാൻ നൽകുന്നു. അങ്ങയുടെ പുണ്യത്തിൻ്റെ ഫലമല്ല ഇപ്പോൾ അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം. എന്നോട് ആര് എന്ത് ആവശ്യപ്പെടുന്നുവോ അവൻ്റെ പുണ്യ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ അവന് അത്
ദാനം ചെയ്യും. ഇനിയെങ്കിലും അങ്ങ് ഞാൻ ബ്രാഹ്മണനാണ് എന്നുള്ള ആ ദുരഭിമാനം വെടിഞ്ഞ് അഹങ്കാരം ഉപേക്ഷിച്ച് തികഞ്ഞ ഭക്തനായി മനുഷ്യനായി ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കൂ എന്ന് കൃഷ്ണൻ ബ്രാഹ്മണനോട് പറയുന്നു. ബ്രാഹ്മണന് തൻ്റെ തെറ്റൊക്കെ മനസ്സിലായി കൃഷ്ണനോട് ക്ഷമയാചിക്കുന്നു. അതിനുശേഷം കൃഷ്ണനും അർജുനനും അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ആ ബ്രാഹ്മണൻ ഒരു വലിയ കൃഷ്ണഭക്തനായി തീരുകയും എപ്പോഴും ഭഗവാന്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഒരു പരമഹംസനെ പോലെ ജീവിതശിഷ്ടം കഴിച്ചു കൂട്ടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ കുചേല ബ്രാഹ്മണൻ കൃഷ്ണനെ ഭക്തിപൂർവം വന്ദിച്ചു. പ്രതിഫലേച്ഛയോടുകൂടി സന്താനഗോപാല ബ്രാഹ്മണൻ കൃഷ്ണനെ നിന്ദിച്ചു. രണ്ടുപേർക്കും അവരുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. കൃഷ്ണഭക്തിയുടെ ഉത്കൃഷ്ടമായ മഹത്വമാണ് ഈ രണ്ട് കഥകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആര് എന്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുവോ, ആര് പ്രാർത്ഥിക്കുന്നുവോ, എന്ത് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ ഫലം ഭഗവാൻ കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ ഭഗവാൻ തൻ്റെ ഭക്തനാണോ എന്നൊന്ന് നോക്കും. ഇനി ഭക്തനല്ലെങ്കിൽ പോലും അവന് കൊടുക്കേണ്ടത് ഭഗവാൻ കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാരണം ഇവിടെ ഒരു കുഞ്ഞിനെ ചോദിച്ചപ്പോൾ 10 കുഞ്ഞിനെ കൊടുത്തു ബ്രാഹ്മണന്. പക്ഷേ കുറച്ചൊരു കാലതാമസം വന്നു. അതുമാത്രമല്ല, ആ ഒരു ബ്രാഹ്മണൻ്റെ അഹങ്കാരം നശിപ്പിക്കുന്നതിനും ഭഗവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കുചേലൻ്റെ കാര്യം അങ്ങനെയല്ല. കുചേലന് എല്ലാം ഭഗവാൻ പെട്ടെന്ന് തന്നെ വാരിക്കോരി കൊടുത്തു. കാരണം അറിയാം ഭഗവാന് ഇത്രയും ധനം വന്നു ചേർന്നാലും കുചേലൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. കുചേലൻ ഭഗവാനെ കാണാൻ വന്നത് ഒന്നും ചോദിക്കാനല്ല, ഒന്നും മേടിക്കാനല്ല. ഭാര്യ പറഞ്ഞു വിട്ടുവെങ്കിലും ഇവിടെ വന്ന് അതൊന്നും ചോദിച്ചതുമില്ല. അതാണ് രണ്ട് ബ്രാഹ്മണരും തമ്മിലുള്ള വ്യത്യാസം. കുചേലൻ എന്ന ബ്രാഹ്മണനും ഈ സന്താനഗോപാല ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ പറയുന്നുണ്ട്. പലരും പറയും പഴയ കാലത്ത് മഹാഭാരതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ ജാതി പറയുന്നുണ്ടെന്ന്. ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞത്? ബ്രാഹ്മണനാണ് എന്നുള്ള അഹങ്കാരം വെടിഞ്ഞിട്ട് മനുഷ്യനെ പോലെ ജീവിക്കാനാണ് ഭഗവാൻ പറയുന്നത്. എവിടെയാണ് ഭഗവാന് ജാതി ചിന്തയുള്ളത്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും സന്താനഗോപാലം എന്ന കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ സന്താനഗോപാലത്തിന് ശേഷം അധികം താമസിയാതെ യദുവംശത്തിന് നാശം സംഭവിക്കുകയും ഭഗവാന്റെ സ്വർഗാരോഹണം നടക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 തവണ കൂടി ഒന്ന് കേൾക്കുക. കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഈ കഥ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. കഥ പറഞ്ഞു കൊടുക്കുക, വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, കഥകൾ പ്രചരിപ്പിക്കുക. അത് ഭക്തി തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.